Hello everyone, welcome to CC Plus. അപ്പോൾ നമ്മൾ ഇന്ന് 10th സ്റ്റാൻഡേർഡിലെ ഇനി ബോർഡ് എക്സാംസ് ഒക്കെ വരുവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ 10th എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിലായിരിക്കും. അപ്പോൾ നമ്മുടെ CC Plusൽ ഓൺലൈൻ ട്യൂഷൻസ് അവൈലബിൾ ആണ്. അത് ഏത് സബ്ജക്ട്സിനും നമ്മളിപ്പോൾ ഇത് എടുക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സിന് അതല്ലെങ്കിൽ സയൻസ് സബ്ജക്ട്സ്, ലാംഗ്വേജ് ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. അത് 1-1 ട്യൂഷനാണ്. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായ ടൈം പ്രൊവൈഡ് ചെയ്തായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ അവസരം എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൺലൈൻ ട്യൂഷൻസിന് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. അപ്പോൾ അതിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നോർമലി ട്രിഗണോമെട്രി എല്ലാവർക്കും മൊത്തത്തിലൊരു ഇച്ചിരി പാടാണ്. ട്രിഗണോമെട്രി നമ്മുടെ മാർക്ക് കളയുന്ന ഒരു പോർഷനാണ് എന്നൊക്കെയുള്ള രീതിയുണ്ട്. അതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻസിനെ ഒന്ന് എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്തു നോക്കാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആംഗിൾസ് അറിഞ്ഞിരിക്കണം. അതായത് സൈൻ വാല്യൂസ്, സൈൻ 60, സൈൻ 30, കോസ് 60, ടാൻ 30, ടാൻ 60 അങ്ങനെയുള്ള വാല്യൂസ് നമ്മൾ ഓൾറെഡി ട്രിഗണോമെട്രി പഠിക്കുന്നുണ്ട് ആ ചാപ്റ്ററിൽ. അപ്പോൾ ആ വാല്യൂസ് അറിഞ്ഞിരിക്കണം. ദെൻ അതിനുശേഷം നമുക്ക് ആ റേഷ്യോസ് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫ്രം ദ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് 40 meter above the water, the angle of depression of a small boat is 60 degree. Find how far the boat is from the base of the lighthouse. അപ്പോൾ ഈ പ്രോബ്ലംസ് കിട്ടുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിന് ഫിഗർ ഔട്ട് ചെയ്യുക. അതിൻ്റെ ഫിഗർ അവിടെ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് 40 meter above the water. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. 40 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് എ സ്മോൾ ബോട്ട്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എങ്ങനെയാണ് വരുന്നത്? ഇവിടെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്നത്. അത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 60 ഡിഗ്രി. ദെൻ ഫൈൻഡ് ഹൗ ഫാർ ദ ബോട്ട് ഈസ് ഫ്രം ദ ബേസ് ഓഫ് ദി ലൈറ്റ് ഹൗസ്. ഇപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ബേസ് ഇതാണ്. അപ്പോൾ അവിടെ നിന്നും ഈ ബോട്ടിൻ്റെ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയില്ലേ? കാരണം ഇത് എപ്പോഴും ആയിരിക്കും പെർപെൻഡിക്കുലർ. കാരണം ഒരു ലൈറ്റ് ഹൗസ് ആണ്. അതങ്ങനെ നമ്മൾ എപ്പോഴും എടുക്കുന്നത് അത് 90 ഡിഗ്രി ആംഗിൾ എന്നുള്ളത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിന് നെയിം കൊടുക്കാം. ദാറ്റ് ഈസ് ABC. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ ഫാർ ദ ബോട്ട് ഈസ് ഫ്രം ദ ബേസ് ഓഫ് ദി ലൈറ്റ് ഹൗസ്. അതായത് ഈ AB ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഒരു ആംഗിൾ വേണം. ഏത് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം? നമുക്ക് ആദ്യം ചെയ്യേണ്ടേ ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലൽ ലൈൻസാണ്. അപ്പോൾ പാരലൽ ലൈൻസിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഒരു ആംഗിൾ കിട്ടി. ഇനി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഈ AB അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ AB കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ആംഗിളിനെ, കറസ്പോണ്ടിങ് ആംഗിളിനെ വെച്ച് നോക്കിക്കേ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് 40. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഇത് രണ്ടും കൂടെ വരുന്ന റേഷ്യോ ഏതാണ്? ടാൻ ആണ് റേഷ്യോ. അപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ടാൻ റേഷ്യോ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസിലെല്ലാം ടാൻ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു 7 എണ്ണത്തിലെങ്കിലും ടാൻ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഞാൻ ടാൻ 60 കൊടുക്കാൻ പോവാണ്. ടാൻ 60 ഈക്വൽ ടു എന്താണ്? ടാൻ 60 ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ടാൻ 60യുടെ ഓപ്പോസിറ്റ് ഏതാണ്? ദാറ്റ് ഈസ് BC. ദെൻ BC ദെൻ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് ഏതാണ്? AB. അപ്പോൾ ഇതിൽ നമുക്ക് ഈ AB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാൻ 60യുടെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് √3. അപ്പോൾ √3 ഈക്വൽ ടു BC വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 40. ദെൻ ഡിവൈഡഡ് ബൈ AB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അപ്പോൾ നമുക്ക് എ ബി കണ്ടുപിടിക്കാമല്ലോ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എ ബി √3. എ ബി √3 ഈക്വൽ ടു 40 ആണ്. അപ്പോൾ നമുക്ക് എ ബി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു 40 then divided by √3. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ, 40/√3. ഇനി നമ്മൾ നോർമലി √3 എന്നുള്ള വാല്യൂ ഒക്കെ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ നമ്മൾ ആ റൂട്ടിനെ ഡിനോമിനേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ √3 മാറ്റാൻ വേണ്ടി ഒരു √3 കൊണ്ട് ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? 40√3 എന്ന് വരും. ഡിനോമിനേറ്ററിൽ എന്താകും? √3 × √3 കട്ടായി പോകുമ്പോൾ ദാറ്റ് ഈസ് 3. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം എ പോയിന്റ് ഓൺ ദി ഗ്രൗണ്ട് ദ ആംഗിൾ ഓഫ് ഇലവേഷൻ ഓഫ് ദി ബോട്ടം ആൻഡ് ടോപ്പ് ഓഫ് എ ട്രാൻസ്മിഷൻ ടവർ ഫിക്സഡ് അറ്റ് ദി ടോപ്പ് ഓഫ് 30 meter ഹൈറ്റ് ബിൽഡിംഗ് ആർ 30 degree and 60 degree റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എന്താണ്? ഓൾറെഡി അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ എന്ത് വെച്ചേക്കുവാണ്? ഒരു ട്രാൻസ്മിഷൻ ടവർ വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബിൽഡിംഗ്. ഓക്കെ, ഇതാണ് ബിൽഡിംഗ്. അപ്പോൾ എ ബിൽഡിംഗ് ഓഫ് 30 meter ഹൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? 30 meter. ദെൻ ദർ ഈസ് എ ട്രാൻസ്മിഷൻ ടവർ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രാൻസ്മിഷൻ ടവർ ഉണ്ട്. ഇനി അവിടെ നിന്ന് ഫ്രം ദ പോയിന്റ് ഓൺ ദി ഗ്രൗണ്ട് ദ ആംഗിൾ ഓഫ് ഇലവേഷൻ ഓഫ് ദി ബോട്ടം ആൻഡ് ടോപ്പ് ഓഫ് ദി ട്രാൻസ്മിഷൻ ടവർ. അപ്പോൾ ബോട്ടത്തിൽ നിന്നും എന്താണ് വരുന്നുണ്ട്? ടോപ്പിൽ നിന്നും വരുന്നുണ്ട്. കണ്ടോ, ഈ രണ്ടെണ്ണം അവിടെ വരുന്നുണ്ട്. ആ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ഇലവേഷൻ ആണ്. ആംഗിൾ ഓഫ് ഇലവേഷൻ എത്ര കൊടുത്തിരിക്കുന്നത്? 30 degree and 60 degree. അപ്പോൾ ഫ്രം എന്താണ് ബോട്ടം ദാറ്റ് ഈസ് 30 degree ആൻഡ് ഫ്രം ദി ടോപ്പ് ഇത് 60 degree. ഇങ്ങനെയാണ് ആ ഫിഗർ വരുന്നത്. അപ്പോൾ ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് എന്താണ് ബാക്കി കാൽക്കുലേഷൻസ് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് എന്നെ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ ടവർ. അപ്പോൾ നമ്മളിവിടെ നെയിം കൊടുക്കുവാണ്. ദാറ്റ് ഈസ് ABCD. ഓക്കെ, നമുക്ക് എന്തൊക്കെ അറിയാം? BC 30 ആണെന്ന് നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഹൈറ്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ ടവർ, അതായത് CD. ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ലെങ്ത് ശരിക്കും എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾക്ക് ഈ BD എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടോട്ടൽ അല്ല, ഈ ടോട്ടൽ ഹൈറ്റ് നമ്മൾക്ക് അറിയില്ല. ആ ഹൈറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ CD കണ്ടുപിടിക്കാം. ഈ CD കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? BDയിൽ നിന്ന് നമുക്കറിയാവുന്ന ഈ BC മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് CD കിട്ടും. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഈ ടോട്ടൽ ഹൈറ്റ് കിട്ടണമെങ്കിൽ ആദ്യം എന്താണ്? ഇവിടുത്തെ വാല്യൂ കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതേതാണ്? ട്രയാങ്കിൾ ABC. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുന്നു. ദെൻ അതിനകത്ത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അറിയാം. നമ്മൾ ഈ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വീണ്ടും യൂസ് ചെയ്യുന്നതാണ് ടാൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ടാൻ 30 ചെയ്യുവാണ്. ടാൻ എന്താ ചെറിയ ആംഗിൾ എന്താണ്? 30 ആണ് വരുന്നത്. സോ ടാൻ 30 ഈക്വൽ ടു ഓപ്പോസിറ്റ്. സോ BC ഡിവൈഡഡ് ബൈ AB എന്ന് വരും. ഇനി ടാൻ 30യുടെ വാല്യൂ എന്താണ്? 1/√3. സോ 1/√3 ദാറ്റ് ഈസ് ഈക്വൽ ടു BC എന്താണ്? 30. സോ 30 ഡിവൈഡഡ് ബൈ AB. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് AB ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. AB ഈക്വൽ ടു 30√3 കിട്ടി. അപ്പോൾ ABയുടെ വാല്യൂ കിട്ടി. ഈ AB എന്താണ്? 30√3 ആണ്. അപ്പോൾ AB കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസൻറ്റ് സൈഡ് കിട്ടി. ഇനി ടാൻ 60 വലിയ ആംഗിൾ എടുക്കാം. അപ്പോൾ ഈ ടോട്ടൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ടാൻ 60 കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ കൺസിഡർ ട്രയാങ്കിൾ ഏതാണ്? ABD. വലിയ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ABD. ഈ വലിയ ട്രയാങ്കിളിൽ ടാൻ 60 കൺസിഡർ ചെയ്യുക. അപ്പോൾ ടാൻ 60 ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് മീൻസ് ദാറ്റ് ഈസ് BD. Then divided by adjacent. So that is
30√3. എ ബി ആണ്, ഞാൻ ഡയറക്റ്റ് കൊടുത്തു 30√3. ഇനി tan 60യുടെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് √3. സോ √3 ഈക്വൽ ടു ബി ഡി ദെൻ ഡിവൈഡഡ് ബൈ 30√3. അപ്പം നമുക്കതിൽ നിന്ന് ബി ഡി കണ്ടുപിടിക്കാം. പി ഡി വാല്യൂ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 30√3 then into √3. So that is 30 into 3. So 90. അപ്പോൾ 90 എന്ന് കിട്ടി. അപ്പോൾ ഇതെല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ ബി ഡി ഈക്വൽ ടു 90 മീറ്റർ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ബി ഡി ഈ ടോട്ടൽ ലെങ്ത് 90 മീറ്റർ എന്ന് കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടവറിന്റെ ഹൈറ്റ്, ദാറ്റ് സി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. സി ഡിയുടെ ഇക്വേഷൻ എന്താണ്? ബി ഡി മൈനസ് ബി സി. ബി ഡിയിൽ നിന്ന് ബി സി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ബി ഡി എന്താണ്? ദാറ്റ് ഈസ് 90. ദെൻ മൈനസ് ബി സി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് 30. സോ 90 മൈനസ് 30, സോ 60. സോ 60 മീറ്റർ ഈസ് ദി ഹൈറ്റ് ഓഫ് ദാറ്റ് ട്രാൻസ്മിഷൻ ടവർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From the top of a 45-meter high lighthouse, the angles of depression of two ships on the opposite sides of it are observed to be 30 degree and 60 degree. Okay. അപ്പോൾ ഒരു 45 മീറ്റർ ഹൈ ലൈറ്റ് ഹൗസ് ആണ്. ഓക്കെ, ഒരു ലൈറ്റ് ഹൗസ്, അതിൻ്റെ 45 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ്. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ടു ഷിപ്സ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്സ്. അപ്പോൾ ഈ രണ്ട് ഷിപ്സ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടുമാണ് വരുന്നത്. ഇനി അതിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് തന്നിരിക്കുന്നത് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഓക്കെ, സോ അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇവിടെ 30 ഡിഗ്രി, ഇവിടെ എന്ത് വരും? ഇവിടെ 60 ഡിഗ്രി. ദെൻ ഇനി ഇഫ് ദ ലൈൻ ജോയിനിങ് ദ ഷിപ്സ് പാസസ് ത്രൂ ദി ഫൂട്ട് ഓഫ് ദി ലൈറ്റ് ഹൗസ്. അപ്പോൾ ഈ രണ്ട് ഷിപ്സ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ലൈറ്റ് ഹൗസിന്റെ ഫൂട്ടിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ്. അപ്പം നമുക്ക് നെയിം കൊടുക്കാം. സപ്പോസ് എ ബി സി ഡി. അപ്പോൾ സിയും ഡിയും ആണ് ഷിപ്സ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ്. നമുക്ക് വേണ്ടത് ഈ സി ഡി, ഇതാണ് ഈ ഡിസ്റ്റൻസ്. ഈ സി ഡി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് തരുന്നതെങ്കിൽ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി വെച്ച് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. സോ 30 ഡിഗ്രി ഇവിടെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ ഏതായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്ക് സി ഡി കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമ്മൾ സി ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്, ശരിക്കും സി ഡി എന്ന് പറഞ്ഞാൽ എന്താ? സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബി സി പ്ലസ് ബി ഡി അല്ലേ? ബി സിയും ബി ഡിയും കൂടെ ആഡ് ചെയ്യുന്നതാണ് സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി സിയും ബി ഡിയും സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നു, ആഡ് ചെയ്യുന്നു, സി ഡി കിട്ടുന്നു. അപ്പോൾ നോക്കിക്കേ, ആദ്യം ഞാൻ ഈ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുവാണ്. ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ എനിക്കിതിൽ നിന്ന് ബി സി കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 30 എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 45 എനിക്കറിയാം. അഡ്ജസൻ്റ് ആണ് ബി സി കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ടാൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാൻ 30 എടുക്കുവാണ്. സോ ടാൻ 30 ഈക്വൽ ടു ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് 45. ദെൻ ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് എന്താണ്? ബി സി. ഇനി ടാൻ 30യുടെ വാല്യൂ എന്താണ്? 1/√3. സോ 1/√3 that is equal to 45 divided by BC. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എന്താണ്? ബി സി കിട്ടും. അപ്പോൾ ബി സി വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് 45√3. ഓക്കെ, ബി സി കിട്ടി. ഇനി എന്തും കൂടെ കിട്ടിയാൽ മതി? ബി ഡിയും കൂടെ കിട്ടുവാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ബി ഡി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്, ട്രയാങ്കിൾ എ ബി ഡി. സോ നെക്സ്റ്റ് ട്രയാങ്കിളിൽ 60 നമ്മൾക്കറിയാം. 60യുടെ ഓപ്പോസിറ്റ് 45 ആണ്, അഡ്ജസൻ്റ് ആണ് വേണ്ടത്. വീണ്ടും ഏതാണ് യൂസ് ചെയ്യുന്നത്? ടാൻ 60 യൂസ് ചെയ്യുവാണ്. സോ ടാൻ 60 ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 45 ഡിവൈഡഡ് ബൈ ബി ഡി. 45 ഡിവൈഡഡ് ബൈ ബി ഡി. ഇനി ടാൻ 60 വാല്യൂ എന്താണ്? √3. സോ ദാറ്റ് ഈസ് √3 ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ ബി ഡി.
സോ നമുക്ക് എങ്ങനെ എഴുതാം? BD √3 ഈക്വൽ ടു 45 എന്ന് വരും ക്രോസ് ചെയ്യുമ്പോൾ. സോ BD ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ √3. ഇതാണ് ശരിക്കും BDയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ മുകളിൽ ഇവിടെ 45 ഇൻറ്റു √3 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ നിന്ന് ആ √3 ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ √3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. അപ്പോൾ നമുക്ക് എന്ത് വരും? 45 √3 ദെൻ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ 45ഉം 3യും മൾട്ടിപ്പിൾസ് ആണ്, കട്ട് ചെയ്യുക. അപ്പോൾ 15 √3 എന്ന് വരും നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 15 √3. ഇനി നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് പോകാം. നമുക്ക് എന്താണ് വേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷിപ്സ് CD ആണ് വേണ്ടത്. CD എന്തായിരുന്നു? BC പ്ലസ് BD. BC എന്താണ് കിട്ടിയത്? ദാറ്റ് ഈസ് 45 √3 പ്ലസ് ഇനി BD എന്താണ് കിട്ടിയത്? 15 √3. സോ 45 പ്ലസ് 15 ദെൻ ഇൻറ്റു √3 ആസ് കോമൺ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 60 √3 മീറ്ററിലാണ്. സോ 60 √3 മീറ്റർ ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിൽ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഈ ഒരു മോഡലിലായിരിക്കും. ട്രിഗണോമെട്രി ചെയ്യുമ്പോൾ എപ്പോഴും റേഷ്യോസ് അറിഞ്ഞിരിക്കുക, അത് വെച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്